ബിജെപിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. BDJS 2020 എന്നീ ഘടകകക്ഷികളുമായി ഏകദേശ സീറ്റ് ധാരണ എത്തിയതോടെയാണ് പട്ടിക പ്രഖ്യാപനം. A+ മണ്ഡലങ്ങളിലെ 47 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം BJP പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇന്നും പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയില്ല. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ആദ്യഘട്ട പട്ടിക BJP പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ 2020 അടക്കം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുമ്പോൾ ഏതൊക്കെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളുണ്ട്? തിരുവനന്തപുരത്ത് എന്ത് തീരുമാനത്തിലേക്കാണ് BJP എത്തിച്ചേരുന്നത്? അതോ തീരുമാനമെടുക്കാൻ സാധിച്ചില്ലേ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ UDF-ഉം LDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം തീരുമാനമെന്നതാണ് BJPയുടെ നിലപാട്. ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ BJP മനസ്സിൽ കണ്ടിരുന്നു. അതൊക്കെ എത്രത്തോളം ഫലവത്താകുമെന്ന് അറിയില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇരുവരുടെയും വന്നതിന് ശേഷം മാത്രമായിരിക്കും BJP തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 47 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും BJPയിലുമുണ്ട് ആഭ്യന്തര കലഹം രൂക്ഷമായിട്ട്. അതായത് മറ്റ് പാർട്ടികളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ പരസ്യ കലഹം ഉണ്ടായെങ്കിലും പരസ്യമായി അവിടെ നോബൽ മാത്യു മാത്രമാണ് രംഗത്തെത്തിയത് BJPയിൽ. പക്ഷേ പലരും അതൃപ്തിയിലാണെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഇത്തവണ ഒന്നാം ഘട്ട പട്ടികയിൽ സീറ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. MD രമേശ്, PS ശ്രീധരൻപിള്ള, അതുപോലെ V ഗോപാലകൃഷ്ണൻ തുടങ്ങി സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതിയ പലരും ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണമെന്ന RSSന്റെ ആവശ്യം അത് തള്ളിക്കളഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ കുമ്മനം മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് BJP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഈ മുൻനിര നേതാക്കൾ അടക്കമുള്ള ആളുകൾ തഴയപ്പെട്ടു, അതിൻ്റെ അമർഷമുണ്ട്. സ്വാഭാവികമായും രണ്ടാം ഘട്ട പട്ടികയിൽ അവർ ഇടം പിടിച്ചില്ലെങ്കിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. അതിനിടെയാണ് പരസ്യ പ്രതികരണവുമായി ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ നോബൽ മാത്യു രംഗത്ത് വന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഘടകകക്ഷികൾക്ക് നൽകിയ സീറ്റും അവരുടെ സ്ഥാനാർത്ഥികളെയും ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ്. പ്രത്യേകിച്ച് 2020-ക്ക് BJPക്ക് വലിയ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും 2020-ക്ക് നൽകിയെന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ ചെങ്ങന്നൂർ, അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് റാന്നിയാണ്. റാന്നിയിൽ ശബരിമല ക്ഷേത്രം അടക്കം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് റാന്നി. അവിടെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതിൽ RSSന് അടക്കം വലിയ അതൃപ്തിയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ആറന്മുളയിലോ റാന്നിയിലോ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യമുണ്ടായിരുന്നു. അത് തള്ളിക്കളഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം ഈഴവ വിഭാഗത്തിന് സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ, ഈ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലവും ഇത്തവണ 2020-ക്ക് നൽകിയതിൽ വലിയ എതിർപ്പുണ്ട്. അത്തരത്തിൽ ആളില്ലാത്ത പാർട്ടികൾക്ക് BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ പലതും നൽകിയത് ഈ സീറ്റ് വിഭജനത്തിലെ അപാകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.